ഹായ് മക്കളെ, അപ്പോൾ പ്ലസ് ടു ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഇതാ പഠിച്ചു പോവുകയാണ് അല്ലേ. നമ്മുടെ ജല ബാച്ചിലൊക്കെ അടിപൊളിയായിട്ട് ക്ലാസ് നടക്കുന്നു, മക്കളൊക്കെ ഉഷാറായിട്ട് തന്നെ പഠിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, റെഡിയല്ലേ? പഠിക്കുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഇതാ ഈ ഒരു ടൈമിൽ പലരും ചോദിക്കുന്ന കാര്യമാണ് നമ്മളെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനെ കുറിച്ച്. അതിനെക്കുറിച്ച് പറയുമോ, നമ്മളെ പ്ലാനും കാര്യങ്ങളൊക്കെ പറയുമോ എന്നുള്ളത്. ഓക്കെ, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, നമുക്കറിയാം. റെഡി? പക്ഷേ അതിന് മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, അതായത് നമുക്കെന്താ കൃത്യമായിട്ട് മക്കളെ സ്റ്റഡി പ്ലാനും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയും. ഓക്കെ, നമ്മളെ റിസൾട്ടൊക്കെ വരട്ടെ, അതിനുശേഷം നമുക്ക് നിങ്ങൾ എന്താ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണോ എന്നുള്ള കാര്യം വരെ നമ്മളെന്താ കൃത്യമായിട്ട് പറഞ്ഞു തരും. മക്കളെ മാർക്കും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാം. റെഡി? അതിന് മുൻപ് നമുക്കൊന്ന് പറയാം. ഓക്കെ, അതായത് ഇപ്പോൾ പലരും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും കുറേ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കേണ്ടതുണ്ട്, ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ എന്താണ് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് ഒരു പ്ലാനിങ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇതേപോലെ അങ്ങോട്ട് പോകാമായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്ന ആളുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്, അവർക്കല്ല, എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്താ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് പ്ലാനിലേക്ക് തന്നെ പോകാം. ഓക്കെ, പ്ലാൻ അല്ലേ, സ്റ്റഡി നമുക്ക് തുടങ്ങാം. അതിന് മുന്നേ നമുക്ക് എന്ത് വേണം, ഒരു പ്ലാൻ വേണം അല്ലേ. അപ്പോൾ പ്ലാനിലേക്ക് പോകാം നമുക്ക്. യെസ്, അപ്പോൾ ആദ്യം ഈ പ്ലാനിൽ മക്കളോട് പറയേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. യെസ്, പ്ലസ് വണ്ണിൽ നമ്മൾ ഏത് സബ്ജക്റ്റാണോ ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മക്കൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതിനെ എന്ത് ചെയ്യുക, പ്ലസ് ടുവിലുള്ള ഒരു എക്സ്ട്രാ സബ്ജക്റ്റായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, അത് ആ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഓൾറെഡി മക്കളോട് പല ടൈമിലും പറഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ എന്താണ് ആ ഒരു ടൈം പാറ്റേൺ ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് പ്ലസ് ടു പബ്ലിക് എക്സാം നമ്മൾ എഴുതുന്ന ആ ടൈമിൽ തന്നെ അതിൻ്റെ കൂടെയാണ് നമ്മൾ എന്തും ചെയ്യുക. കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും കൂടെ എഴുതുന്നത്. ഓക്കെ, അതായത് പ്ലസ് ടു പബ്ലിക് എക്സാം നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മക്കൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും കൂടെ എഴുതുന്നു. അതിൻ്റെ മുൻപത്തെ വർഷം വരെ അങ്ങനെയല്ലായിരുന്നു. ഓക്കെ, റെഡി? പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ അങ്ങനെ ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഓരോ സബ്ജക്റ്റ്, ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റുകളെ ഒരിക്കലും എന്താക്കാൻ പാടില്ല, മറ്റൊരു സബ്ജക്റ്റായിട്ട് കാണില്ല. പ്ലസ് ടുവിലുള്ള എന്ത് ചെയ്യുക, സബ്ജക്റ്റായിട്ട് തന്നെ കാണുക, ഒരു എക്സ്ട്രാ സബ്ജക്റ്റായിട്ട് തന്നെ കാണുക. ഓക്കെ, റെഡി? ദെൻ നമ്മളെ പ്ലാനിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഓക്കെ, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ വീക്കെൻഡുകൾ, അതായത് സാറ്റർഡേ സൺഡേ വരുന്ന വീക്കെൻഡുകളാണ് മക്കൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ചൂസ് ചെയ്താൽ നല്ലത്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ വല്ലാതെ അങ്ങോട്ട് ഇരുന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണോ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം? അല്ലേ. പ്ലസ് ടുവിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പ്രയോറിറ്റി കൊടുക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം ഇതാണ്, പ്രയോറിറ്റീൻ്റെ കേസാണ്. ഓക്കെ, പ്ലസ് ടുവിനേക്കാൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പ്രയോറിറ്റി കൊടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന മാർക്ക് പ്ലസ് വണ്ണിൽ നമുക്ക് ഇപ്പോൾ എത്രയാണ്, ഒരു 70% കുറവ്, അല്ലെങ്കിൽ 70% മുകളിൽ ഒക്കെ മാർക്കുള്ളവരാണെങ്കിൽ, 70% മുകളിൽ മാർക്കുള്ളവരാണെങ്കിൽ നല്ല മാർക്കാണ്, അടിപൊളി മാർക്കാണ് അല്ലേ. മക്കളെ എങ്ങനെ പഠിക്കണം? പലരും ചെയ്യുന്ന തെറ്റാണ്. കൂടുതലായിട്ട് പ്ലസ് വണ്ണിന് പ്രയോറിറ്റി കൊടുക്കുക. അറിയുന്ന കാര്യങ്ങളാണ്, അപ്പോൾ പഠിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ കൂടുതൽ ടൈം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. പ്ലസ് ടു സൈഡായി പോവുക, പ്ലസ് വണ്ണിൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക, എന്നിട്ട് അത് പ്ലസ് ടുവിലേക്ക് കൂട്ടാം എന്നൊക്കെ പലരും വിചാരിക്കും. പക്ഷേ അങ്ങനെ വിചാരിക്കുന്ന സമയത്ത്, ഓവറോൾ നോക്കുന്ന സമയത്ത് നമുക്ക് മാർക്ക് കുറയുക ചെയ്യാം. ഓക്കെ, സോ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പ്ലസ് ടുവിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി ആർക്ക് കൊടുക്കാൻ പാടില്ല, പ്ലസ് വൺ എക്സാമിന് കൊടുക്കാൻ പാടില്ല. റെഡി? ഒരു 70%-ന് താഴെയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ യെസ്, മക്കൾക്ക് യൂസ് ചെയ്യാം. സാറ്റർഡേ സൺഡേ 2 ദിവസം യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു 70%-ന് മുകളിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, സൺഡേ മാത്രമൊക്കെ എന്ത് ചെയ്യാം, യെസ്, അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. ആ വീക്കിൽ ഒരു ദിവസത്തിൽ കുറച്ച് പാർട്ട് അത്ര മതി. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. അല്ലാതെ വീക്കിലി ഫുൾ ടൈം എന്ത് ചെയ്യുക, ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി മാറ്റി വെക്കുക, ഒരു ടൈം ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി മാറ്റി വെക്കുക, അങ്ങനെ പഠിക്കാൻ പാടില്ല. ഓക്കെ, അത്രത്തോളം പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടതില്ല എന്നാണ് മക്കൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. റെഡി? പിന്നെ ഈ പലരും ഉണ്ട്, ഈ 95% ഒക്കെ മാർക്കുള്ള ആളുകൾ യെസ് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു 5% കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അവരോടൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. ആ പ്രയോറിറ്റി ഒരിക്കലും നമ്മൾ പ്ലസ് വണ്ണിന് കൊടുക്കാൻ പാടില്ല. അവിടെ മക്കൾ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതേപോലെ ആ ഒരു 5-10% നിങ്ങൾക്ക് പ്ലസ് ടുവിൽ എന്ത് ചെയ്യും, കുറയും. പ്ലസ് ടുവിൽ കുറയും.
ഓക്കെ. ദെൻ അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യം അധികവും എന്ത് ചെയ്യുക, അക്കൗണ്ടൻസി. ഓക്കെ, അക്കൗണ്ടൻസി അല്ലെങ്കിൽ എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ് പോലുള്ള സബ്ജക്റ്റുകൾക്ക് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ, ഈ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഒക്കെ വരികയാണെങ്കിൽ ഒരിക്കലും മക്കൾ ഇതാ ഇപ്പോഴേ ഒന്നും സ്റ്റാർട്ട് ചെയ്യേണ്ട. നമുക്ക് എന്താ റിസൾട്ടൊക്കെ വന്ന് എക്സാമിനോട് അടുത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, ഇംഗ്ലീഷൊക്കെ നമുക്ക് എന്താ മതി, പ്രിപ്പയർ ചെയ്താൽ മതി. റെഡി. അല്ലാത്ത എന്താണ് ഈ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ് സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ മക്കൾക്ക് എന്താ ഇങ്ങനെ പോവാം. ഓക്കെ, റെഡി. യെസ്. അപ്പോൾ എന്താണ് നമ്മൾ കൃത്യമായിട്ട് എന്താണ് പ്ലാനും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മക്കൾക്ക് പറഞ്ഞു തരും. മക്കൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യം വരെ നമ്മൾ തീരുമാനിക്കാനാവുന്നേ ഉള്ളൂ റിസൾട്ടൊക്കെ വന്നിട്ട്. റെഡി. അപ്പോൾ ഇപ്പോഴേ എന്താണ് ഒരുപാട് പേര് ഞാൻ ചോദിച്ചു. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ രണ്ടും മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിൽ വെക്കുക. ഓക്കെ, പ്രയോറിറ്റീൻ്റെ കേസും തന്നെ അതുപോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പഠിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അധികം ഒരു വീക്കെൻഡ്, സാറ്റർഡേ സൺഡേ ഒക്കെ മാത്രം യൂസ് ചെയ്യുക. സൺഡേ ഏതെങ്കിലും ഒരു ദിവസം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മാർക്ക് നമ്മളിപ്പോൾ എന്താ പഠിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ എന്താണ് എന്തോ ഒരു സീരിയസ് ഇഷ്യൂ കൊണ്ട് മാർക്ക് കുറഞ്ഞ കുട്ടികളാണെങ്കിൽ, അതായത് ഇപ്പോൾ എന്തെങ്കിലും ആ ഒരു ടൈമിൽ എന്താ സുഖമില്ലാതെ എങ്ങാനായിപ്പോയി, അല്ലെങ്കിൽ എന്താണ് എക്സാം എഴുതുന്ന സമയത്ത് ടെൻഷൻ എങ്ങാനായി, അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാവില്ല മാർക്ക് കുറഞ്ഞിട്ട് അയ്യോ അന്ന് അങ്ങനെ പറ്റിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് മാർക്ക് കിട്ടുമായിരുന്നു എന്നൊക്കെ ഉള്ള അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയി മാർക്ക് കുറഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, ഓക്കെ സാർ പറഞ്ഞ പോലെ ഒരു സാറ്റർഡേ സൺഡേ 2 ദിവസമൊക്കെ കൂടുതലായിട്ടും എന്ത് ചെയ്യാം, ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് കൊടുത്തുകൊണ്ട് മക്കളെ ആ ഒരു എന്താ പറയുക റിഗ്രറ്റ് അങ്ങോട്ട് മാറ്റി കൃത്യമായി നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അല്ലാത്തവർ ഓക്കെ മോശമില്ലാത്ത മാർക്ക് ഉണ്ട്, ഓക്കെ ജസ്റ്റ് എന്താണ് കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, വീക്കിലി 2 ദിവസമൊന്നും വേണ്ട, ഏകദേശം സൺഡേ ഒക്കെ ഒന്ന് യൂസ് ചെയ്യുക. സൺഡേ ഒക്കെ കുറച്ച് നേരം എന്താ അതിന് വേണ്ടി മാറ്റി വെക്കുക എന്ന് മാത്രം. റെഡി. അല്ലാതെ ഇപ്പോൾ സൺഡേ പറ്റൂല സാർ, സൺഡേ നമുക്ക് ഹോളിഡേ ആണ്, അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല. കാരണം ഇമ്പ്രൂവ്മെൻ്റ് എക്സാം മക്കൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, മക്കൾ എന്തോ കൃത്യമായിട്ട് പഠിക്കാത്തതിൻ്റെ കാരണമോ അങ്ങനെ എന്തോ സംഭവിച്ചുകൊണ്ട് മക്കൾക്ക് എന്താ മാർക്ക് കുറഞ്ഞു, അതുകൊണ്ടാണല്ലോ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നത്. സോ അതിനെന്താണ് എക്സ്ട്രാ മക്കൾ എഫേർട്ട് ഇട്ട് തന്നെ വേണം. ഓക്കെ, കൃത്യമായിട്ട് മക്കൾ എഫേർട്ട് ഇട്ട് തന്നെ വേണം. റെഡി. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളും ആദ്യം മക്കൾ മനസ്സിൽ സെറ്റായിട്ട് വെക്കുക. ഓക്കെ, നമ്മൾ കൂടുതലായിട്ട് വീഡിയോസൊക്കെ ചെയ്യും, റിസൾട്ടൊക്കെ വരട്ടെ, എങ്ങനെ അല്ലെങ്കിൽ എന്താണ് എത്ര മാർക്ക്, മക്കളെ മാർക്കിൻ്റെ ബേസിൽ നമ്മൾ കാര്യങ്ങൾ പറയും, എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് പറയാം കേട്ടോ. യെസ്. അപ്പം അപ്പോൾ ഈ ടൈമിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, സാർ +1 ക്ലാസ് അവൈലബിൾ ആവുമോ എന്നുള്ളത് അല്ലേ. യെസ്, മക്കൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവർക്ക് ആവശ്യമായിട്ട് വരും. അവരോടാണ് മക്കൾക്ക് എന്താണ് എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യമാണെങ്കിൽ, ഹൗ ടു സ്റ്റഡി എങ്ങനെ പഠിക്കാം, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി എങ്ങനെ പഠിക്കാം എന്നുള്ളതാണെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മളെ എന്താണ് ചാനലിലൊക്കെ അവൈലബിൾ ആണ്, 1 ഷോട്ടും കാര്യങ്ങളൊക്കെ എല്ലാ സബ്ജക്റ്റിൻ്റെയും. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് പഠിക്കാം. ഇനിയിപ്പോൾ മക്കൾക്ക് എന്താണ് ഇപ്പോൾ +1 കൊടുക്കുന്ന ക്ലാസ്സാണ് അവൈലബിൾ ആവേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ കമൻറ്റ് ബോക്സ് പറയാം. ഓക്കെ, ആർക്കൊക്കെ വേണം എന്നുള്ളത്, എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് കൃത്യമായിട്ട് കമൻറ്റ് ബോക്സ് പറയുക. ആവശ്യങ്ങൾ കൂടുതലാണെങ്കിൽ, മക്കൾ എല്ലാവർക്കും വേണമെങ്കിൽ നമ്മളത് കൃത്യമായി ചെയ്യുക. കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പരിപാടിയാണ് അവിടെ ഉള്ളത്, സെയിം എടുത്ത് ഇങ്ങോട്ട് ഇടുക എന്നുള്ളത്. എങ്കിലും ഒരുപാട് പേര് ആവശ്യം പറയുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് കാണാം വീണ്ടും പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.